ഹലോ അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഇന്ന് പെട്ടെന്ന് വിരുന്നേർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് പോത്തിറച്ചി കൊടുന്നിരുന്നു. പോത്തിറച്ചി അല്ല, കുട്ടൻ്റെ ഇറച്ചി കൊടുന്നിരുന്നു. അപ്പോൾ ഞാനത് ചീനാമുളകും ഉപ്പും മഞ്ഞളും മാത്രം ഇട്ട് വേവിച്ചതാണ്. അങ്ങനെ വേവിക്കാനാണ് കാക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്തതായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ വിരുന്നേർ വരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു വെച്ചാൽ അതിൽ നിന്ന് വെള്ളം കംപ്ലീറ്റ് കൊണ്ട് എടുത്തിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകിനും അതിലും ചീനാമുളകും ചെറിയൊരു വല്യുള്ളി ഒരു വലിയൊരു തക്കാളി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടുകൊണ്ട് അതൊന്ന് വിസിലടുപ്പിച്ചെടുക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ അതിലേക്ക് ഒരു മസാലകളും ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അത് ഒന്ന് നല്ലവണ്ണം വിസിലടുപ്പിച്ചെടുക്കണം. അതായത് നമുക്ക് ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വരും വേണം. അപ്പോൾ കുട്ടൻ്റെ ഇറച്ചിൻ്റെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തളിച്ചപ്പോൾ ഞാനത് വിസിലിട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് വറുത്ത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളും ചേർത്ത്, അതായത് ഒരു ടേബിൾ സ്പൂണ് പച്ചക്കൊത്തമ്പാലി, ഒരു തണ്ട് കരിവേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി, ചീരുള്ളി, കുരുമുളക്, ഉലുവ, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, അതുമാതിരി ചെറിയ ജീരകം. അപ്പോൾ അതൊക്കെ കുറേശ്ശെ എടുത്തുകാണ്ട് അത് ഇതിൽ തുള്ളി വെളിച്ചെണ്ണയും കൂടി ചേർത്തുകാണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അത് അത്യാവശ്യം വറന്ന് വരണം. ആ മുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 കഷ്ണങ്ങളാക്കി മുറിച്ച് കൊടുക്കുക. ഞാൻ ചീരുള്ളിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. നമുക്ക് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ചെയ്താട്ടോ അതൊക്കെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അധികം കരിഞ്ഞു പോണ വറവ് വേണ്ട, എന്നാലും പറ്റ വറുക്കാതെ ആവണ്ട. അത് അത്യാവശ്യം ഒന്ന് വറന്ന് വന്നതിന് ശേഷം അത് നമ്മളെ കരിവേപ്പിൻ്റെ എല്ലാം ഒന്ന് മുരിഞ്ഞു വരും. അതാണ് ഞാൻ നോക്കണ അളവ്. അപ്പം എടുത്ത് വെക്കാനാണെങ്കിൽ ഇതിലേറെ കുറച്ചും കൂടി മുരിയണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യൽ വെച്ചാൽ ഒന്ന് പൊടിച്ചിട്ടാണ് വറുക്കുക. അപ്പോൾ അത് വറുത്തൊക്കെ വന്നപ്പോഴത്തേന് നമ്മളെ വിസിലടുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന മസാലക്കൂട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് നിൽക്കട്ടെ. അപ്പോഴേക്കും ഞാൻ ഒരു അടുപ്പത്ത് വെള്ളം വെച്ചുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കണം. ഇതിന് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവൊന്നും എനിക്കറിയില്ല. ഞാനൊരു സുമാറ് വെള്ളം വെച്ചു. ഞാൻ വലിയൊരു കയ്യിലിന് 3.5 കയ്യിലത്തെ പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ പൊടി നമ്മൾ ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ വെള്ളത്തിൽ. എന്നിട്ട് നമ്മൾ പത്തിരിക്ക് വാട്ടണ മാതിരി തന്നെ നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കണം. ഒരു പ്രാവശ്യം തന്നെ എനിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം വെന്തക്കണ ഇറച്ചിക്കാണ് ഞാൻ ഒന്നുണ്ട് തിളപ്പിച്ച് ഇതായിക്കാൻ ഞാൻ ഓഫാക്കി. എന്നിട്ട് അത് ഉരുട്ടിയപ്പോൾ നമ്മൾ തിളപ്പിച്ച് ഊറ്റുന്ന സമയത്ത് ഒരുപാട് പൊടി എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ വലിയ ഉരുളകളൊക്കെ തളിച്ചുകാണ്ട് ചെറിയ ഇതായിക്കാണ് മാറിയിട്ടാണ്. അപ്പോൾ ഞാൻ നല്ലോണം അത് ചൂടാറിയതിന് ശേഷം നല്ലോണം കുഴച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം വെച്ചത് നമുക്ക് തിളപ്പിച്ച് ഊറ്റാനുള്ള വെള്ളം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് പണ്ടുള്ള കാലത്ത് ചെയ്യുക. ഇതിങ്ങനെ ഓരോന്നും എടുത്ത് ചെയ്യാൻ നല്ല കഷ്ടപ്പാടാണ്. അത് മാത്രമല്ല അത് വലിയ കഷ്ണങ്ങളായിക്കാണ്ട് ഇങ്ങനെ നിൽക്കും ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇതേമാതിരി പാമ്പുകളെ മാതിരി അങ്ങനെ മണ്ണല്ലാത്ത പൂയേറിൻ്റെയൊക്കെ മാതിരി അങ്ങനെ ഉരുട്ടി നീട്ടിക്കാണ്ടേ അവിടെ വെച്ചു. എന്നിട്ട് രസം അരിപ്പൊടിയാണ് എടുത്തു കൊടുന്നു. എന്നിട്ട് ഓരോന്നും ഇങ്ങനെ ചെറുതാക്കിയാണ് കഷ്ണം മുറിച്ച്. അപ്പം അത് കുറുക്ക് പിന്നെ ഞാൻ കുറേശ്ശെ പൊടിയാണ് ഇട്ടുകാണ്ട് അതിലിങ്ങനെ ഓരോന്നും ഉരുട്ടിക്കാണ്ട് കട്ട് ചെയ്തെടുത്തുട്ടാ. പിന്നെ ഞാൻ ലാസ്റ്റിക്ക് എന്ത് ചെയ്തിച്ചാൽ 5 6 ഒന്നായിട്ട് ഇതേമാതിരി പൊടിയിലാണ്ട് ഉരുട്ടി നീട്ടിക്കാണ്ടേ അത് ആണ്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഒന്നായിട്ട് നമ്മൾ പയറൊക്കെ അരിയണ മാതിരി ഒന്നായിട്ട് വെച്ചുകാണ്ടാണ് അരിഞ്ഞു, ഒരു കുഴപ്പവും ഉണ്ടായില്ല. എന്നിട്ട് ആ പൊടി കണ്ട് ഇട്ട് കൊടുത്തുകാണ്ട് ഇതേമാതിരി തെള്ളി എടുക്കുക എന്ന് പറയും. ഇങ്ങനെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ വലിയൊരു ഓട്ടമുള്ള പാത്രത്തിൽ ഇട്ടുകാണ്ട് തരിച്ചെടുത്താലും നമുക്ക് പൊടിൻ്റെ താഴത്തേക്കും വീണോളും, അതിൻ്റെ കഷ്ണങ്ങൾ അങ്ങനെ മേലിൽ നിന്നോളും. അപ്പോൾ ഞാൻ ടേബിളിൽ നിന്ന് അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടെ. അതൊക്കെ കോട്ടികളെ മാതിരി കൊണ്ടൊക്കെ വണ്ടി വെക്കണം. അപ്പോൾ അതൊക്കെ ഉണ്ട് എടുത്താണ്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചാൽ വെച്ചേക്കണമല്ലോ, അത് തിളച്ചക്കണേ അയക്കാണ്ട് ഇട്ട് കൊടുക്കും ചെയ്യുക. എന്നാൽ പിന്നെ ഇവിടെ പിന്നെ നന്നാക്കി എടുക്കാമല്ലോ. ഇതിപ്പോൾ വെള്ളം തിളക്കാനാവണുള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ അതിക്കാണ്ട് ഇട്ട് കൊടുത്ത്. എന്താ വെച്ചാൽ പൊടി നല്ല വാട്ടിയതായതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട് എൻ്റെ പൊടി കലങ്ങി പോവില്ലാന്ന്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് തിളപ്പിച്ചാൽ വെച്ചതാട്ടാ. നമ്മൾ വെന്ത് വരുന്ന സമയത്ത് എന്താ വെച്ചാൽ മേലേക്ക് പൊന്തി വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ പൊടി വെന്ത് വരുന്നുണ്ടെന്ന്. അപ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ ആയി തിളച്ച് കഴിഞ്ഞിരിക്കാൻ ഞാൻ
അതൊരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. അത് കൊട്ടക്കൈയിലോണ്ട് ഊറ്റിയാലും മതി. ഇത് കേട്ടോ നമ്മൾ ഊറ്റിയിട്ട് ഇത്രക്കും നമ്മൾ ഇട്ട അതേ അളവ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കണം. നമ്മൾ നൈസായിട്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇറച്ചിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ കുറച്ച് പോത്തിറച്ചി അല്ലെങ്കിൽ കുട്ടൻ്റെ ഇറച്ചി ഉടച്ചാണ് ചേർത്ത്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒക്കെ ഉണ്ടാക്കുമ്പോഴേ ആദ്യം തന്നെ ഇറച്ചിയിൽ മസാല ഇട്ടുകൊണ്ട് ഉണ്ടാക്കണം. ആ ടേസ്റ്റ് കിട്ടൂല കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ബ്രെഡ് റോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചുകൊണ്ട് ഒരടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു വലിയൊരു വല്യുള്ളി ഇട്ട് കൊടുത്ത് ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തതാണ് അതിക്ക്. പിന്നെ ഞാനതൊന്ന് വാടി വന്നേക്കാനെ കേബേജും ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുത്തതാണ്. പിന്നെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഇറച്ചി എടുത്തുകാണ്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചുകാണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നി രസം പയറും കൂടി ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് പയറായിരുന്നു. അപ്പോൾ ആ പയറുപ്പേരി അതിലിട്ട് കൊടുത്തുകാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിന് ശേഷം അതിലേക്ക് നമ്മളെ മല്ലിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. കരിവേപ്പിൻ്റെ ഇല കയ്യിലുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാലപ്പൊടി കുരുമുളക് പൊടിയൊക്കെ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല, പക്ഷേ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പുണ്ടാകും നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടാറി വന്നാൽ നമുക്ക് അതിൻ്റെ കൂട്ട് റെഡിയാക്കി എടുക്കുക. പക്ഷേ മഞ്ഞളിട്ട് കൊടുക്കണമായിരുന്നു. ഞാനല്ല ഫസ്റ്റ് ഒക്കെ തുടങ്ങിയത് റാണിയാണ്. അപ്പോൾ മഞ്ഞളിട്ട് കൊടുക്കാൻ മറന്നിക്കണ്. ഏതായാലും നമ്മളെ കൂട്ട് ഇവിടെ റെഡിയാണ്. പിന്നെ നമ്മൾ തേങ്ങ അരച്ച് പാർന്ന ഇറച്ചിൻ്റെ ഈന്തും പൊടി ഇട്ടല്ലോ, അത് ഇതേമാതിരി തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വെച്ചാൽ നമുക്ക് ഇനി ഒരു 10-15 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ടുകാണ്ട് ഇങ്ങനെ തളിച്ച് നമ്മളെ ഈന്തും പൊടി അതിൽ കിടന്നൊന്ന് വേവണം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അതൊരടുപ്പത്ത് അങ്ങനെ ചെറിയ തീയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ ചീരുള്ളി എടുത്തുകൊണ്ട് തൂമ്പിച്ചുകൊണ്ട് എടുക്കുക. ഞങ്ങൾക്ക് വിരുന്നേരം വരും വിചാരിച്ച് പെട്ടെന്ന് ചെയ്യാട്ടോ. ഇതൊക്കെ സാവധാനം ചെയ്തെടുക്കേണ്ട പണിയാണ്. അപ്പോൾ ഞാൻ മസാലക്കൂട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഏതായാലും ഉള്ളി മൂത്ത് വന്നപ്പോൾ ഞാൻ കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിച്ചെടുക്കാം. ഒരു തുള്ളി നെയ്യ് വേണമെങ്കിലും അതൊന്ന് ചേർത്ത് കൊടുത്തോണ്ടിട്ടാ, അപ്പോൾ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നെയ്യ് ചേർത്ത് കൊടുത്താൽ. അപ്പോൾ നിങ്ങളിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ലിങ്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറുകി വരട്ടെ. ഇനി അങ്ങനെ വെച്ചാൽ അത് ചൂടാറിയൊന്ന് കുറുകി വരണം. അപ്പോഴേക്കും നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം. ഇരുന്നേരമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും. അപ്പോൾ ഞാനൊരു 4 മുട്ട എടുത്തിട്ട് അതിൽ ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ബ്രെഡിൻ്റെ ഒരു സൈഡ് അധികം മുക്കിയെടുക്കണ്ട, അത് ജസ്റ്റ് ഒന്ന് തടിച്ചാൽ മതി. എന്നിട്ട് അത് കൈ കൊണ്ട് വടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന നേരത്താണ് ക്യാമറയിൽ ശരിക്കും അത് കാണുന്നില്ല എന്ന് മനസ്സിലായത്. കാരണം വെച്ചാൽ അപ്പോൾ അതൊന്നും നോക്കേണ്ട ഒരു സമയമല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ള എനിക്ക് ഞാൻ ആ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതിൽ നമ്മളെ കൂട്ടിങ്ങനെ റെഡിയാക്കി വെച്ച് കൊടുക്കുക. ഒരു സൈഡിൽ വെച്ചാൽ തന്നെ മതി. പിന്നെ നമ്മളെ ഓവന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളെ ബ്രെഡ് റോസ്റ്റ് ചെയ്യണ ഓവനാട്ടോ. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഫസ്റ്റ് അടിഭാഗത്ത് നെയ്യ് തടവി കൊടുക്കാനും മറന്നുപോയി. നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ എൻ്റെ സ്ഥിതി അങ്ങനെയാണ്, എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ബ്രഷ് ഇട്ട് കാണാൻ നമുക്ക് കുറേശ്ശെ എണ്ണ തടവി കൊടുക്കും. ബ്രഷും തിരഞ്ഞിട്ട് കാണുന്നില്ല. ഏതായാലും ഞാൻ സ്പൂൺ കൊണ്ട് തടവി കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു പുടുത്തം പോലെ തോന്നി, പക്ഷേ പെട്ടെന്ന് കിട്ടിയിട്ട്. അപ്പോൾ ഞാൻ പിന്നെ എന്താ വെച്ചാൽ സൈഡ് തിരിച്ച് കൊടുത്താൽ നമുക്ക് അത് 2 പീസുള്ളത് ഓരോന്നും 4 പീസാക്കിയിട്ട് കിട്ടും. അങ്ങനെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ വെച്ചാൽ ചെറിയ പീസുകളായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പിന്നെ തിന്നാൻ ഏറ്റവും സുഖം എനിക്ക് തോന്നിയത് അതാണ്. കാരണം വെച്ചാൽ ഒരു പീസ് വേണ്ടാന്നുള്ളവരുണ്ടാവും, വലിയ പീസല്ലേക്കും. അപ്പോൾ ചെറിയ പീസ് ആളാക്കി എടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ റോസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് ചുട്ടെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതേമാതിരി കൂട്ട് വീണ്ടും നമുക്ക് ബാക്കിയുള്ളതിലൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കുക. അങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയല്ലോ. പിന്നെ ഞാൻ ലാസ്റ്റിക്ക് ഒരു 2-3 സെക്ഷൻ ഇതാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മുട്ടൻ്റെ കൂട്ടില്ലായിരുന്നു. അപ്പോൾ തന്നെ മുട്ട എടുത്തു കൊണ്ടുവരണ മടിക്ക് അങ്ങനെ തന്നെ ചെയ്തു കേട്ടോ. അതിനും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ബ്രെഡ് ഒന്നും കൂടി ചെരിച്ചിട്ട് കൊടുക്കണത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ബ്രെഡും അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
പിന്നെ ലാസ്റ്റത്തെ വീഡിയോകളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതൊരു സെക്ഷൻ മാത്രം കാണിച്ചത്. കംപ്ലീറ്റ് ആയത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.